ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വലിയ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരമായ ഒരു വ്യക്തിയുണ്ട്. പ്രമുഖ യൂട്യൂബറായ ധ്രുവ് റാഠിയാണ് ആ യുവാവ്. മോദി വിമർശകൻ എന്ന പേരിൽ രാജ്യം മുഴുവൻ ലക്ഷക്കണക്കിന് ആരാധകരുള്ള വ്യക്തിയാണ് ഈ ചെറുപ്പക്കാരൻ. മോദി പല പ്രസംഗങ്ങളിലും കെട്ടഴിച്ചു വിട്ട വിവാദങ്ങളിലെ വസ്തുതകൾ കണ്ടെത്തുകയും നരേന്ദ്രമോദിയെ പൊളിച്ചെടുക്കുകയും ചെയ്ത ധ്രുവ് റാഠി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ മോദിയുടെ ശത്രു ലിസ്റ്റിലുള്ളത്. ബി.ജെ.പിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും വിരട്ടലുകളെ മൈൻഡ് ചെയ്യാതെ മോദിയുടെ തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരിൽ മുൻപന്തിയിലാണ് ധ്രുവ് റാഠിയുടെ സ്ഥാനം. നോട്ട് നിരോധനം മുതൽ ഇലക്ട്രൽ ബോണ്ട് വരെ നീളുന്ന വിഷയങ്ങൾ ധ്രുവിന്റെ വീഡിയോകളിൽ വന്നുപോയി കഴിഞ്ഞു. ഓരോ വീഡിയോയും കണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ആളുകളാണ്. വിരലിൽ എണ്ണാവുന്ന വീഡിയോ മാത്രമാണ് ധ്രുവ് ഒരു മാസം പുറത്തുവിടുന്നത്. ദിവസവും തത്സമയ വാർത്തകൾ പുറത്തുവിടുന്ന രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ കൂടുതലാണ് ഈ യുവാവിന്റെ വീഡിയോ കാണുന്നവരുടെ എണ്ണമെന്ന് പറയാം. വിവാദമായ കേരള സ്റ്റോറിയെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച വീഡിയോയിലൂടെ ഈ ചെറുപ്പക്കാരന് കേരളത്തിലും ആരാധകരുണ്ട്. 2 കോടി ആളുകളാണ് ആ വീഡിയോ മാത്രം കണ്ടത്. ഒരിക്കൽ ഫേസ്ബുക്ക് ധ്രുവിന് വിലക്കേർപ്പെടുത്തിയപ്പോൾ ഫേസ്ബുക്കിനെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിച്ച് വിലക്ക് നീക്കിയ ചരിത്രവും ധ്രുവിനുണ്ട്. ഏറ്റവും ഒടുവിലായി ധ്രുവ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇതാദ്യമായി ഒരു കേസിൽപ്പെട്ടതോടെയാണ് ധ്രുവ് റാഠി ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകളെ അപകീർത്തിപ്പെടുത്തി എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഓം ബിർളയുടെ മകളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ധ്രുവ് റാഠി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. ഓം ബിർളയുടെ ബന്ധുവാണ് ഇത് സംബന്ധിച്ച് ധ്രുവ് റാഠിക്കെതിരെ പോലീസ് പരാതി നൽകിയത്. ഇതേ തുടർന്ന് മഹാരാഷ്ട്ര പോലീസിന്റെ സൈബർ സെൽ വിഭാഗം FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഓം ബിർളയുടെ മകൾ അഞ്ജലി UPSC പരീക്ഷ എഴുതാതെ വിജയിച്ചു എന്നായിരുന്നു ധ്രുവ് റാഠിയുടെ ആരോപണം. സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ധ്രുവ് റാഠി ഓം ബിർളയുടെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ധ്രുവ് റാഠിയെ ഏതെങ്കിലും രീതിയിൽ പൂട്ടണമെന്ന ചിന്തയിലാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ ഈ വീണ് കിട്ടിയ അവസരം ബി.ജെ.പി. ശരിക്കും ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മോദി വിമർശകന്റെ നാവ് എന്നേക്കുമായി നിശ്ചലമാക്കുമെന്ന രീതിയിലുള്ള പല കമന്റുകളും ഇതിനോടകം തന്നെ റാഠിയെ തേടിയെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽപ്പെടുത്തി അകത്താക്കി പിന്നീട് ഈ കേസിന്റെ പേരിൽ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നതുകൂടിയാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. ബി.ജെ.പി. എതിർ പാർട്ടികൾക്കും നേതാക്കൾക്കും എതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങളും വാദങ്ങളും തെളിവുകളും നിരത്തി പൊളിച്ചെടുക്കുന്നതാണ് ധ്രുവിന്റെ രീതി. മോദിക്കെതിരായ ദി ഡിക്റ്റർഷിപ്പ് എന്ന വീഡിയോ കണ്ടത് 2 കോടി ആളുകളാണ്. 2024 ഏപ്രിൽ മാസം ആദ്യം ദി ഡിക്റ്റർഷിപ്പ് വീഡിയോയുടെ 2ാം ഭാഗം പുറത്തിറങ്ങിയതോടുകൂടിയാണ് രാജ്യമാകെ ധ്രുവ് ചർച്ചയായത്. അതിൽ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ചും കോൺഗ്രസ് അക്കൗണ്ട് മരവിപ്പിച്ചതിനെ കുറിച്ചും ധ്രുവ് പറയുന്നുണ്ട്. മോദിയെ പല വീഡിയോയിലും അദ്ദേഹം ഉപമിക്കുന്നത് വ്ളാഡിമിർ പുടിനോടും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിനോടുമാണ് എന്നതും നേരത്തെ തന്നെ ചർച്ചയായിട്ടുമുണ്ട്.